ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കുറേ വേർഡ്സുകളുണ്ട്. അതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഒരുപോലെ ആയിരിക്കും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ സ്പെല്ലിംഗ് വളരെ നേരിയ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അതിൻ്റെ അർത്ഥവും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മൊത്തത്തിൽ അർത്ഥം വേറെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ വാക്കുകൾ ഇന്ന് നമ്മൾ നോക്കും. ഓക്കെ, കൺഫ്യൂസിങ് വേർഡ്സ്. കുറേ വേർഡ്സുകൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ കൺഫ്യൂസ് ആയി പോകാറുണ്ട്. ഇത് ഏത് മീനിങ്ങാണ് ഉദ്ദേശിച്ചതെന്ന് കൺഫ്യൂസ് ആയി പോകാറുണ്ട്. എന്നാൽ കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കൺഫ്യൂസിങ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സെപ്റ്റ് വേഴ്സസ് എക്സെപ്റ്റ്. രണ്ടാമത് നമ്മൾ ലൂസ് വേഴ്സസ് ലൂസ്. ഇനിയോ ബ്രേക്ക് വേഴ്സസ് break, peace versus peace, desert versus desert. നമ്മളിങ്ങനെ ഈ 5 ടൈപ്പ് വാക്കുകൾ കണ്ടോ. നിങ്ങൾ നോക്കുമ്പം ആദ്യത്തിനകത്ത് ഒരു ഈയുടെ വ്യത്യാസവും ഒരു എക്സിൻ്റെ വ്യത്യാസവും മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് സെയിം പോലെ നമുക്ക് കേൾക്കും അല്ലേ. രണ്ടാമത്തെ വാക്കാണെങ്കിലോ ഒരു ഓ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. മൂന്നാമത്തേൽ ഒരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ലാസ്റ്റ് വന്നത് കുറച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് മിഡിലായിട്ട്. ഇനിയോ പീസിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഡെസേർട്ടിനകത്ത് ഒരു എസ് മാത്രമേ കൂടുതലുള്ളൂ. എന്നാൽ ഇതിൻ്റെ അർത്ഥങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാലും എക്സെപ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടിൻ്റെയും അർത്ഥം വളരെ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ഇനി നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ആദ്യം നമ്മൾ ആക്സെപ്റ്റ് വേഴ്സസ് എക്സെപ്റ്റ് നോക്കൂ. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു സേ യെസ് ടു ആൻ ഇൻവിറ്റേഷൻ ഓർ ഓഫർ. എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ നമ്മൾ യെസ് പറയുക, അതായത് സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഇവിടെ വരുന്നത്. സമ്മതിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആക്സെപ്റ്റ് ഉപയോഗിക്കാം. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ഷീ ആക്സെപ്റ്റഡ് ദ പ്രപ്പോസൽ. ആ പ്രപ്പോസൽ അവൾ അംഗീകരിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു. മനസ്സിലായോ? ഷീ ആക്സെപ്റ്റഡ് ദ പ്രപ്പോസൽ. അതിന് അവൾ യെസ് എന്ന് പറഞ്ഞു. അതാണ് ഇതിനർത്ഥം. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, നമ്മൾ എപ്പോൾ പുതിയ വേർഡ് പഠിച്ചാലും അത് നമ്മൾ സെൻറ്റൻസിലാക്കി തന്നെ പഠിക്കണം. ഞാൻ കുറേ എപ്പോൾ പഠിപ്പിച്ചാലും പറയുന്ന കാര്യമാണ്. നമ്മളൊരു വേർഡ് മാത്രം മലയാളം വേർഡ് ഇപ്പോൾ ആക്സെപ്റ്റ് അംഗീകരിക്കുക എന്ന് മാത്രം നമ്മൾ പഠിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷിൽ തന്നെ അതിൻ്റെ മീനിങ് പഠിക്കാൻ നോക്കുക. പഠിച്ചിട്ട് ഒരു സെൻറ്റൻസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു സെൻറ്റൻസിലോട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എക്സെപ്റ്റ്, എപ്പാർട്ട് ഫ്രം ഓർ എക്സ്ക്ലൂഡ്. എപ്പാർട്ട് ഫ്രം എന്ന് പറഞ്ഞാൽ അത് ഒഴികെ അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളൊരർത്ഥം വരിക. ഒഴികെ അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളൊരർത്ഥം വരും. മനസ്സിലായല്ലോ? എപ്പാർട്ട് ഫ്രം ഓർ എക്സ്ക്ലൂഡ്. നോക്കൂ, എവരി വൺ കെയിം ടു മൈ പാർട്ടി എക്സെപ്റ്റ് മൈ എനിമീസ്. എൻ്റെ ശത്രുക്കൾ ഒഴികെ അല്ലെങ്കിൽ ശത്രുക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ പാർട്ടിക്ക് വന്നു. എവരി വൺ കെയിം ടു മൈ പാർട്ടി എക്സെപ്റ്റ് മൈ എനിമീസ്. മനസ്സിലായല്ലോ? എവരി വൺ കെയിം ടു മൈ പാർട്ടി എക്സെപ്റ്റ് മൈ എനിമീസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തോ ലൂസ് വേഴ്സസ് ലൂസ്. ലൂസ് വേഴ്സസ് ലൂസ്. നോക്കൂ, ലൂസ് ടു മിസ്പ്ലേസ്. ടു മിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? കളഞ്ഞു പോവുക എന്ന് പറയില്ലേ. നമുക്ക് മിസ്സായി പോവുക എന്ന് പറയില്ലേ. മിസ്സായതിനെയാണ് നമ്മൾ മിസ്പ്ലേസ് എന്ന് പറയുന്നത്, ലൂസ് എന്ന് പറയുന്നത്. ഇനി ഐ ലൂസ് മൈ പേഴ്സ്. എൻ്റെ പേഴ്സ് എനിക്ക് നഷ്ടമായി, നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥം അല്ലേ. എൻ്റെ പേഴ്സ് എനിക്ക് നഷ്ടമായി. ഐ ലൂസ് മൈ പേഴ്സ്. മനസ്സിലായല്ലോ? ഇതിൻ്റെ അർത്ഥം എന്താ? നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത ലൂസ് നോക്കൂ. ലൂസ് അത് നോക്കൂ. നോട്ട് ടൈറ്റ്. നമ്മൾ ലൂസായി കിടക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ലൂസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് ഒരു ഓ കൂടുതലുണ്ട് അല്ലേ. ഡബിൾ ഓ ആണ്. അവിടെ ഒരു ഓയേ ഉള്ളൂ, ഇവിടെ ഡബിൾ ഓ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നോട്ട് ടൈറ്റ് എന്നാണ്. ലൂസ് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഷൂസ് വളരെ ലൂസാണ്. അല്ലെങ്കിൽ എന്താ, നമ്മുടെ ബോക്സ്, ഈ ബോക്സ് വളരെ ലൂസായ ബോക്സാണ്. അതിൻ്റെ ടോപ്പ്, അതിൻ്റെ ക്യാപ്പ് ലൂസാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൂസ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ദിസ് ഷൂ ഈസ് ലൂസ് ഫോർ മീ. ദിസ് ഷൂ ഈസ് ലൂസ് ഫോർ മീ. ഈ ഷൂസ് എനിക്ക് എന്താണ്? ലൂസാണ്.
ടൈറ്റ് അല്ല, ടൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, നോട്ട് ടൈറ്റ്, ടൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇത് ടൈറ്റ് ആണെന്ന് നമ്മൾ പറയും, ലൂസ് ആണെന്ന് പറയില്ല. ആ ലൂസാണ് ഈ ഡബിൾ ഓ വരുന്ന ലൂസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ബ്രേക്ക് വേഴ്സസ് ബ്രേക്ക്, ബ്രേക്ക് വേഴ്സസ് ബ്രേക്ക്. നോക്കൂ, ഇതിനകത്ത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു യൂസ് ഓൺ യുവർ കാർ ഓർ ബൈക്ക് ടു സ്ലോ ഡൗൺ ആൻഡ് സ്റ്റോപ്പ്. നമ്മുടെ കാറിനെയോ ബൈക്കിനെയോ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതിനെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബ്രേക്ക് കേട്ടിട്ടില്ലേ? ആക്സിലറേറ്റർ പിന്നെ ക്ലച്ച്, ബ്രേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ABC, ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് അല്ലേ? ABC എന്ന് പറയും കാറിലൊക്കെ. അപ്പം അതിനെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. BRAKE, ബ്രേക്ക്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. യു മസ്റ്റ് ബ്രേക്ക് ടൈംലി ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്. യു മസ്റ്റ് ബ്രേക്ക് ടൈംലി ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്. മനസ്സിലായല്ലോ? നമ്മൾ സമയത്തിന് ബ്രേക്ക് ചെയ്യണം ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ, അല്ലേ എന്നാണ് അതിനർത്ഥം. ഇനി ബ്രേക്ക് എ പോസ് ഇൻ വർക്ക് ഓർ എനി അതർ ആക്ടിവിറ്റി. ഒരു വർക്കിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിന്നോ നമ്മൾ എന്തെടുക്കും? ഒരു ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുക്കുന്ന ഒരു അവധി എടുക്കുക എന്ന് പറയില്ലേ, അതിനാണ് BREAK. ആദ്യത്തെ ബ്രേക്കോ BRAKE, ബ്രേക്കും. ഇത് ബ്രേക്ക് BREAK. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ബ്രേക്ക് എന്താ അർത്ഥം? എ പോസ് ഇൻ വർക്ക് ഓർ എനി അതർ ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യും? അവധി എടുക്കുന്നതിനാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ബ്രേക്ക്. ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ വർക്ക്. ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ വർക്ക്. നിങ്ങളുടെ ജോലിയിൽ നിന്നും കുറച്ച് അവധി എടുക്കൂ. മനസ്സിലായല്ലോ? നമ്മൾ കുറച്ച് ടെൻസ്ഡ് ഒക്കെ ആകുമ്പോൾ ആൾക്കാർ പറയുന്നതാണ് ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ വർക്ക്. ഇനി ഒരു മീനിങ്ങിനുണ്ട് ടു ഡാമേജ് സംതിങ്, ടു സെപ്പറേറ്റ് ഇറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് പീസസ്. പൊട്ടിപ്പോകുന്നെന്ന് പറയത്തില്ലേ, ബ്രേക്ക് പൊട്ടിപ്പോവുക എന്നൊക്കെ പറയില്ല, അതിനെയാണ് ഇത് പറയുന്നത്. ടു ഡാമേജ് സംതിങ്, ടു സെപ്പറേറ്റ് ഇറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് പീസസ് എന്ന് പറയുന്നത്. ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ് ജാർ. ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ് ജാർ. ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ് ജാർ. ഇതിനർത്ഥം എന്താ? ഗ്ലാസ് ജാറ് പൊട്ടിക്കരുത്, അല്ലേ? ഗ്ലാസ് ജാറ് പൊട്ടിക്കരുതെന്ന്. മനസ്സിലായല്ലോ? ഇനി പീസ് വേഴ്സസ് പീസ്. ഇത് നോക്കൂ. പീസ് എന്ന് പറഞ്ഞാൽ എന്താ? PEACE എന്ന് പറഞ്ഞാൽ ട്രാങ്ക്വിലിറ്റി ഓർ ഫ്രീഡം ഫ്രം ഡിസ്റ്റർബൻസ്. ട്രാങ്ക്വിലിറ്റി ഓർ ഫ്രീഡം ഫ്രം ഡിസ്റ്റർബൻസ്. ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കുക, ഡിസ്റ്റർബൻസിൽ നിന്ന് ഫ്രീഡം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ട്രാങ്ക്വിലിറ്റി, സമാധാനം കിട്ടുക എന്നുള്ള അർത്ഥമാണ്. പീസിൻ്റെ അർത്ഥം സമാധാനമാണ്. ഇവിടുത്തെ പീസ് PEACE. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം. ഒരു വേർഡ് നോക്കൂ. ദേ ലിവ് ഇൻ പീസ്. അവർ സമാധാനത്തോടെ ജീവിക്കുന്നു, അല്ലേ? ദേ ലിവ് ഇൻ പീസ്. അവർ സമാധാനത്തോടെ ജീവിക്കുന്നു. ഇനി പീസ്. ഈ പീസ് നോക്കൂ. PIECE. ആദ്യത്തെ എന്താ? PEACE. ഇവിടെ PIECE. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആൻ ഓബ്ജക്റ്റ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക്. നോക്കൂ, ഒരു ഓബ്ജക്റ്റിൻ്റെ പാർട്ടിനെയാണ് പീസ് എന്ന് പറയുന്നത്. ലൈക്ക് എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് എന്തിൻ്റെ ആണെങ്കിലും ഒരു പീസ്, ഒരു കഷ്ണം, അല്ലേ? ഒരു കഷ്ണം അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? പീസ് എന്ന് പറയാം. നോക്കൂ. കൈൻഡ്ലി ഗിവ് മി എ പീസ് ഓഫ് കേക്ക്. കൈൻഡ്ലി ഗിവ് മി എ പീസ് ഓഫ് കേക്ക്. ഇതിൻ്റെ ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കി നോക്കിയ. PEACE ആണെങ്കിൽ സമാധാനം, PIECE ആണെങ്കിൽ നമുക്ക് എന്താ? കഷ്ണം എന്ന് പറയും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കൂ. ഡെസേർട്ട് വേഴ്സസ് ഡിസേർട്ട്. ഡെസേർട്ട് വേഴ്സസ് ഡിസേർട്ട്. മനസ്സിലായല്ലോ? ഇത് നോക്കൂ. ആദ്യത്തെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഏരിയ കവേർഡ് വിത്ത് സാൻഡ്. എന്താ? മരുഭൂമി. ഡെസേർട്ട്, മരുഭൂമി. ഇവിടെ നോക്കൂ. ദ താർ ഡെസേർട്ട് ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ഇന്ത്യ. ദ താർ ഡെസേർട്ട് ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് ഏത്? താർ. ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമിയാണ്. മനസ്സിലായല്ലോ? ദ ഡെസേർട്ട്. ഇത് DESERT എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി. DESSERT ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ
നമ്മളെന്താ അതിനർത്ഥം നോക്കൂ. സംതിങ് സ്വീറ്റ് യു ഈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ മീൽ. സംതിങ് സ്വീറ്റ് യു ഈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ മീൽ. നമ്മുടെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ എന്താ കഴിക്കുക? എന്തെങ്കിലും സ്വീറ്റ് കഴിക്കില്ലേ? സ്വീറ്റ്സ് നമ്മൾ കഴിക്കും, മധുരം കഴിക്കില്ലേ? ആ മധുരം കഴിക്കുന്നതിനാണ്, ആ കഴിക്കുന്ന മധുരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസേർട്ട് എന്ന് പറയുന്നത്. ഡിസേർട്ട്. മനസ്സിലായല്ലോ? ഒരു എസ്സും കൂടെ ഉള്ളൂ. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റാണ്. ഇവിടെ ഡബിൾ എസ് വരും ഡിസേർട്ടിൽ. ഒരു എസ് ഉള്ളെങ്കിൽ മരുഭൂമിയും, 2 എസ് ഉണ്ടെങ്കിൽ എന്താണത്? നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണം. ആ സ്വീറ്റ്സിന് പറയുന്ന പേരാണ് എന്ത്? ഡിസേർട്ട്. മനസ്സിലായല്ലോ? ഹി മെയ്ഡ് ആൻ ഐസ്ക്രീം കേക്ക് ഫോർ ഡിസേർട്ട്. ഹി മെയ്ഡ് ആൻ ഐസ്ക്രീം കേക്ക് ഫോർ ഡെസേർട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 5 വാക്കുകൾ പഠിച്ചു. 5 മൊത്തത്തിൽ 10 വാക്കുകൾ പഠിച്ചു. നിങ്ങൾക്ക് ഇത് കൺഫ്യൂസ് ആയി പോകാറുള്ള വാക്കുകളാണ്. അപ്പം ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്ലാരിഫിക്കേഷൻ തരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. സി യു സൂൺ. ടേക്ക്